AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചന മസാലേൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തെടുത്തിട്ടുള്ള നമ്മുടെ കാബൂളി കടലയാണിത്. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കടലയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് സാധനമാണെങ്കിലും വേവിക്കണ കൂട്ടത്തിൽ തന്നെ ഇതിലേക്കുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ വേവിക്കാറുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് ഞാൻ കുറച്ച് ചേർക്കണുള്ളൂ. നമ്മളിനി മസാലയൊക്കെ വഴറ്റുമ്പോൾ അതിലും കുറച്ച് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ചേർക്കണുള്ളൂ. അപ്പോൾ ഇതൊരു 4 വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം കുതിർന്ന് വന്നതുകൊണ്ടാവും. ഇപ്പം ഞാൻ 4 വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുക്കറൊക്കെ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഞാനൊരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാനിലേക്ക് ഞാൻ ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ആ വീടിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇട്ടതൊന്ന് ചെറുതായി മൂത്തതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ജീരകം, ഇത്രയാണ് ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മുഴുവനോടുള്ളത് എടുത്തത്. പേസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് അത്രയും ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞെടുത്തതാണ്. അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയായിരുന്നു. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അതും ഒന്ന് വഴന്ന് വന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് സവാളയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടും വഴന്ന് വരണം, എന്ന് വെച്ച് കരിഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഗരം മസാലയൊന്നും ചേർക്കണില്ല. എനിക്ക് എന്തോ ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് അത്രയ്ക്ക് ഇഷ്ടമായി തോന്നിയില്ല. അതുകൊണ്ടാണ് ചേർക്കാതെ ഇരുന്നത്. ഇനി വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഈ ഒരു ചന മസാല തയ്യാറാക്കുന്നത്. ചന ബട്ടർ മസാല മാത്രമല്ല കേട്ടോ. ഇതിലേക്ക് ബട്ടറും ക്രീമും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക്. ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ അത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വേവിച്ചെടുത്തിട്ടുള്ള കുറച്ച് നമ്മുടെ നമ്മുടെ കാബൂളി കടല ഉണ്ടല്ലോ വേവിച്ചത്, അതും കൂടി ഞാനൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ഞാൻ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇത് അടുപ്പത്തേക്ക് വെച്ച് തീ ഒന്ന് കത്തിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തീ കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് കുറുകി ഒന്ന് പാകമായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് ആ കടലയും കൂടെ അരച്ച് ചേർത്തത് കൊണ്ട് നമ്മുടെ കറിക്ക് നല്ല കട്ടി ഗ്രേവിയായി കിട്ടും കേട്ടോ തണുത്തതിന് ശേഷം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലുള്ളവർക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാനിതാ ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫാക്കിയിട്ട് വാങ്ങി വയ്ക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചന മസാല റെഡിയായി. ഇനിയിപ്പോൾ ഇത് വേണ്ടവർക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഞാനിത് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കണമെന്നുള്ളത്. എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി സാധനമാണ്. ഞാൻ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം.